ഈ ഹൃദ്യവും സുന്ദരവുമായ സദസ്സിൽ ഈ മോണിറ്റർ കൂടി സെയിം എഫക്റ്റ് ഇതൊക്കെയാണ്. ഇതുകൂടി ഒന്ന് ഈ മോണിറ്റർ ഒക്കെയാണ്, ഇതുകൂടി ഒന്ന് കേട്ടോ. വേദിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന അഭിമന്യനായ ഈ മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റ് കൂടിയായ അഭിമന്യനായ യൂസുഫ് സാഹിബ് അവറുകളെ, നമ്മുടെ മഹല്ല് ജമാഅത്തിന്റെ ഖതീബ് മുഹമ്മദ് കുഞ്ഞ് മഹ്ലരി ഉസ്താദ് അവറുകൾ, പ്രിയപ്പെട്ട കരീം ഫൈലി അവറുകൾ, സദർ മുഅല്ലിം യൂനുസ് ഫൈലി അവറുകൾ, സഈദ് സഖാഫി അവറുകൾ, സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ സുഹൃത്ത് യൂസുഫ് ഉദവി അവറുകൾ, ഷാഫി സാഹിബ് മാളികയിൽ അടക്കമുള്ള ഞാൻ പേര് പരാമർശിച്ചവരും പരാമർശിതരല്ലാത്തവരും ഒക്കെയായ ഈ മനോഹരമായ സദുദ്യമത്തിന്റെ മഹൽ സാന്നിധ്യങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മഹലിലെ ഈ ജമാഅത്തിലെ തലമുതിർന്ന കാരണവന്മാർ, ഉമ്മബെങ്ങന്മാർ, സഹോദരി സഹോദരങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, യുവ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എൻ്റെ ശബ്ദം പരിസര മണ്ഡലങ്ങളിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കളെ, ഈ സംഗമത്തിന്റെ സമാപ്തിയിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആരാധനാലയത്തെ അണിയിച്ചൊരുക്കി അതിന്റെ പുനർനിർമ്മാണ പ്രക്രിയകളെ വളരെ വിജയകരമായ രീതിയിൽ തന്നെ പൂർത്തീകരിച്ച് അതിന് നാടിന് സമർപ്പിച്ചിരിക്കുന്ന ഈ സന്തോഷ നിർഭരമായ മുഹൂർത്തത്തിൽ നമ്മളൊരു ഗ്രാമോത്സവം പോലെ അല്ലെങ്കിൽ നാടിന്റെ ഒരു ഫെസ്റ്റിവൽ പോലെ നമ്മളിത് ശരിക്ക് അള്ളാഹുവിന്റെ ആരാധനാലയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ നമ്മൾ ഐതിഹാസികമായി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ദീനി മജ്ലിസ് ഒരുമിച്ച് കൂട്ടുന്നതും അതിനകത്ത് നമ്മൾ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ തന്നെ. ഇങ്ങനെയുള്ള കൂടിച്ചേരലുകൾ നമുക്ക് പുതിയ ഊർജങ്ങൾ നൽകുന്നുണ്ട്, നമ്മളെ നവ ഉന്മേഷങ്ങളിലേക്ക് വഴി നടത്തുന്നുണ്ട്. മനുഷ്യൻ അങ്ങനെ ഒരു പ്രകൃതിയിലെ ഏകജീവിയാണ്. മനുഷ്യേതര ജീവജാലങ്ങളൊന്നും അങ്ങനെയല്ല എന്നാണ്. വേറെ ഏതിനെ നമ്മൾ എടുത്തു നോക്കിയാലും ഇൻസെക്ട്സ് ആകട്ടെ, ബേർഡ്സ് ആകട്ടെ, അനിമൽസ് ആകട്ടെ, അവയെല്ലാം ഇൻബിൽട്ടാണ്. ലോകത്ത് അവയ്ക്ക് മരണം വരെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ജനിച്ചപ്പോഴേ കൈവന്നിട്ടുണ്ട്. അതുകൊണ്ട് അവ പ്രകൃതിക്ക് അനുസൃതമായിട്ട് കൃത്യമായി ജീവിത താളങ്ങളെ നിജപ്പെടുത്തുന്നു. അതുകൊണ്ട് അവർക്ക് സ്കൂളിൽ പോകണ്ട, മദ്രസയിൽ പോകണ്ട, LKG UKG കിൻഡർ ഗാർഡൻ സെക്ഷനുകളൊന്നും അവർക്ക് എന്ത് ചെയ്യേണ്ട, സന്നദ്ധമാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മെറിറ്റ് നേടേണ്ട. അവർ വളരെ സുഖകരമായിട്ട് ലോകത്ത് ജീവിക്കുന്നു. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ആവാസ വ്യവസ്ഥകളുടെ വ്യതിയാനങ്ങളെ ഇത്രയും വലിയ മാപ്പിനികളൊക്കെ കണ്ടുപിടിച്ച മനുഷ്യനേക്കാൾ നേരത്തെ അവ കണ്ടെത്തുന്നു. ഇപ്പൊ ഇന്തോനേഷ്യയിലെ സുമാത്രയില് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് സുനാമി ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ജീവഹാനി സംഭവിച്ച ജീവി അത് മനുഷ്യനാണ്. അവിടെ മനുഷ്യന്റെ കൂടെ ജീവിക്കുന്ന വേറെയും ജീവജാലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവ തുച്ഛമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവ മനുഷ്യനേക്കാൾ ഉപരി പ്രകൃതിയെ അറിയുന്നു, സംവിധാനങ്ങളെ അറിയുന്നു, കൂട്ടുകുടുംബ സംവിധാനങ്ങളെ തിരിച്ചറിയുന്നു, അവരുടെ ഉത്തരവാദിത്തങ്ങളെ കൃത്യമായി നിർവഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല കരയിലും കടലിലും ഫസാദ് ഉണ്ടായി, നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഭൂമിയും കരയും കടലും ഒക്കെ നാശോന്മുഖമാണ്. അതിന്റെ കാരണം ബിമാ കസബത്ത് ഐദിന്നാസ്, അത് ജനങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നാണല്ലോ അള്ളാഹു ഖുർആനിൽ മനഃപൂർവ്വം പ്രയോഗിക്കുന്നത്. നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ എന്നുള്ളത് ഖുർആനിന്റെ ഒരു ഭാഷയാണ്. അത് നമുക്ക് പുതിയ കർത്തവ്യബോധങ്ങളെ നൽകുന്നുണ്ട്. അത് നൽകുന്ന കർത്തവ്യബോധങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഉന്നതനാകണം, നമ്മൾ ചിന്ത കൊണ്ട് ഉന്നതനാകണം, നമ്മൾ മനസ്സുകൊണ്ട് ജീവിക്കണം, നമ്മുടെ ഈമാൻ ഫസാദാകാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാകണം. നമ്മളും നമ്മളെ മക്കളൊക്കെ ജീവിക്കുന്ന
സാഹചര്യങ്ങൾക്കിടയിൽ കണ്ണ് മഞ്ഞളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വർണ്ണങ്ങളെ നമ്മൾ കണ്ടേക്കാം. അവിടെ കതിരേതാണ്, പതിര് ഏതാണ് എന്ന് തരതമ ഭേദങ്ങൾ തിരിച്ചറിയാനുള്ള വികാരങ്ങൾക്കപ്പുറത്തുള്ള വിവേകം മനുഷ്യന് ആർജിച്ചെടുക്കണം എന്ന ഒരു ഭാഷ പ്രകൃതി നമ്മളെ ഇങ്ങനെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാവരും അങ്ങനെ തന്നെ. മനുഷ്യൻ മർത്യനു കൈപ്പിഴ ജന്മസിദ്ധം എന്ന് പണ്ട് ചെങ്ങമ്പുഴ പാടിപ്പോയിട്ടുണ്ട്. കൈപ്പിഴ, ഈ ബലാരിഷ്ടതകള്, ന്യൂനതകള്, കുറവുകള്, പാരവശ്യങ്ങള്, കളങ്കങ്ങള്, കലർപ്പുകള്, വിള്ളലുകള്, വിഘടനങ്ങള്, ഇത് മർത്യന് ജന്മസിദ്ധമായി ലഭ്യമായ ഒരു കൈപ്പിഴയാണ്. പ്രകൃതിയിലെ ഒരു ജീവജാലത്തെ പറ്റിയും നമുക്ക് ഇങ്ങനെ പറയാൻ ഒക്കില്ല. അപ്പൊ നമ്മളിതിങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ നേരാമണ്ണം മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നത്, പള്ളിയുമായിട്ടൊരു ആത്മബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നത്, ആത്മീയമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പുതിയ പ്രകാശ പ്രസരണങ്ങൾ നമ്മൾ നടത്തുന്നത്. നിമിതങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഇടക്കിടക്ക് നിങ്ങൾ ദുആ ചെയ്യണം. ഏത് പ്രായത്തിലെത്തുമ്പോഴും നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഒരു ബൂസ്റ്റർ ഡോസ് പോലെ ഈ പ്രാർത്ഥനയെ ഇങ്ങനെ ഒരു ഔഷധക്കൂട്ട് പോലെ കൊടുക്കണം. ഏതാണ് ദുആ? അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജഅൽനാ മിനർ റാഷിദീൻ. അല്ലാഹുവേ, ഉത്തമനായ തമ്പുരാനെ, ഉത്കൃഷ്ടനായ സംവിധായകനെ, ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, ഈമാനിനെ ഞങ്ങളിലേക്ക് നീ പ്രേഷ്ടകരമാക്കി തരണേ നാഥ. ഈമാനിനോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് ഓരോ കാലങ്ങളിലും വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. വസയ്യിൻഹു ഫീ ഖുലൂബിനാ, ഈമാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അത് ഭംഗിയുള്ളതാക്കണേ റബ്ബേ, അത് ചമൽക്കാര പൂരിതമാക്കണേ തമ്പുരാനെ. വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അല്ലാഹുവേ, നന്ദികേടാകുന്ന കുഫർ, അതുപോലെ തന്നെ തിന്മകൾ, അതുപോലെ തന്നെ അപാകതകൾ, അതുപോലെ തന്നെ കാപട്യങ്ങൾ, അത് ഞങ്ങൾക്ക് വെറുപ്പുളവാക്കുന്ന കാര്യങ്ങളാക്കി തരണേ നാഥാ. വജഅൽനാ മിനർ റാഷിദീൻ, ഞങ്ങളെ സന്മാർഗ സിദ്ധിയുള്ളവരിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനേ. നമ്മൾ ഓരോ ഘട്ടങ്ങളിലും ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുന്നില്ലേ? പരീക്ഷിക്കപ്പെടേണ്ടത്. ഒരു സ്വഹാബി വിശുദ്ധ ഗുരുവിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് 2 ലോകത്തും ജയിക്കണം നബിയേ, അതുകൊണ്ട് അതിന് പര്യാപ്തമായ ഒരു ഒറ്റമൂലി ആത്മീയമായി അങ്ങ് പറഞ്ഞു തരണേ നബിയേ. സഹാബിയുടെ ചോദ്യം ഏതാണ്? ഞാൻ 2 ലോകത്തും രക്ഷപ്പെടണം, അതിന് ആവശ്യമായ ഒറ്റമൂലി എനിക്കൊന്ന് പറഞ്ഞു തരണം നബിയേ. അള്ളാഹുവിന്റെ റസൂല് ഇടതടവില്ലാത്ത ആലോചനക്ക് പോലും ഒരു ഗ്യാപ്പ് കൊടുക്കാതെ മറുപടി പറയാണ്, നിനക്ക് 2 ലോകത്തും ജയിക്കണമോ? നീ രക്ഷപ്പെടാനുള്ള ഔഷധം ഞാൻ പറഞ്ഞു തരാം. നീ ദേഷ്യപ്പെട്ടു പോകരുത്, നീ കോപിഷ്ടനാകരുത്, ഈർഷ്യയരുത്, ക്രുദ്ധനാകരുത്, വാശി പിടിക്കരുത്, അസ്വസ്ഥത പ്രകടിപ്പിക്കരുത്, അസ്വാരസ്യമരുത്, അപകർഷതാബോധം നിന്നിൽ ഉളവാകാൻ പാടില്ല, നീ ദേഷ്യമുള്ളവനാകാൻ പാടില്ല. കാരണം എന്താ? ദേഷ്യം പിടിച്ചാൽ ദേഷ്യമാണ് എല്ലാ ഷെറിനെയും വലിച്ചിഴച്ച് നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ ക്വാളിറ്റി ടൈം എന്നൊരു പറഞ്ഞൊരു സമയമുണ്ട്. അപ്പുറത്ത് ഉമ്മമാരൊക്കെ ഇത് വളരെ അച്ചടക്കത്തോടുകൂടെ നമ്മുടെ പരിപാടിയിൽ ഭാഗതയും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ വന്ന് കാലയെ കൂട്ടി അവർക്ക് സജ്ജമാക്കപ്പെട്ട വേദിയിലെ കസേരകളിൽ പോയി ഇരുന്ന് വളരെ ഐതിഹാസികമായ ഇൽമിന്റെ മജ്ലിസിനോട് ഓരം ചേർന്ന് നിന്ന് അവര് കൽബ് കൊണ്ട് നമ്മുടെ ഈ വൈജ്ഞാനിക നവോത്ഥാനത്തിന്റെ തീർത്ഥയാത്രയിൽ അവർ ഹൃദയം കൊണ്ട് ഒരു തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഉമ്മമാരിതൊക്കെ അറിയുമ്പോൾ അവരിലൂടെയാണല്ലോ മക്കളിലേക്ക് അത് പ്രസരണം ചെയ്യപ്പെടുന്നത്. അൽ ഉമ്മു മദ്റസത്തുൻ, ഉമ്മ ഒരു മദ്രസയാണ്. ഷീസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവരൊരു സർവകലാശാലയാണ്. ഉറുദുവിൽ അല്ലാമ ഇഖ്ബാല് ഉമ്മയെ പറ്റി പറഞ്ഞൊരു കവിത ഇങ്ങനെയാണ്: ജമീൻ പേലി ഹുയി ഹേ ജിസ് തരഹ്
अफलाक के नीचे जमीन फैली हुई है, जिस तरह अफलाक के नीचे यूं ही जन्नत भी माँ की कदमों के खातिर के नीचे. ആകാശഗംഗയുടെ താഴെ ഭൂമി പരന്നു കിടക്കും പോലെ ഒരു പാതാരബിന്ദത്തിന്റെ ചോട്ടിൽ സ്വർഗവും കിടക്കുകയാണ്. ഏതാണ് ആ പാദം? ഏത് കാലിന്റെ ചോട്ടിലാണ്? ആകാശത്തിന്റെ താഴെ ഭൂമി കിടക്കും പോലെ സ്വർഗം കിടക്കുന്നത്. അതിന് പരിശുദ്ധ നബിയുടെ മറുപടി യുഹി ജന്നത്ത് ബി മാം കി കദമോ കെ ഖാതിർ കനീചേ. മാതാവിന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം കിടക്കുന്നത്. അതുകൊണ്ട് മാതൃത്വം പുരസ്കരിക്കപ്പെടേണ്ട സന്ദർഭം കൂടിയാണിത്. ഉമ്മ ആ ഒരു പദവിയിൽ എത്തുമ്പോൾ അതിലൂടെ അവർക്ക്